out of it, and let's welcome KP Naushad sir. Yes. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ അവിസ്മരണീയമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. അങ്കമാലിയെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു കൺവെൻഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ മഹത്തായ ഈ ചടങ്ങിലേക്ക് STU ട്രേഡ് യൂണിയന്റെ പ്രതിനിധിയായി ഈ വിനീതനെ ക്ഷണിക്കുകയും അതുപോലെ തന്നെ സ്നേഹാദരവുകൾ തന്ന് ആദരിക്കുകയും രണ്ടു വാക്ക് നിങ്ങളുമായി സംവദിക്കാൻ സമയം അനുവദിക്കുകയും ചെയ്ത കമ്പനി മാനേജ്മെന്റിനോടും അതുപോലെ തന്നെ നിങ്ങളോടും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുമുള്ള നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുന്നു. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മനസ്സിലാക്കിയെടുത്തോളം ഒരു പതിറ്റാണ്ട് പിന്നിട്ട് അതിന്റെ ബാല്യകാലം കേരളത്തിൽ വളരെ ഭംഗിയാക്കിക്കൊണ്ട് കൗമാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് ഇതിന്റെ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്ന് വളരെ ഹാർഡ് വർക്ക് തന്നെയാണ് എല്ലാവരുടെയും. മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണവും പഠനവും ഹാർഡ് വർക്കും ഒരു ഭാഗത്ത്, ട്രെയിൻഡ് ആയിട്ടുള്ള ലീഡേഴ്സ്, ട്രെയിൻഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതുപോലെ തന്നെ നല്ല നോളജ് നേടിയെടുത്തുകൊണ്ടുള്ള ഒരു നല്ല ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ള ഒരു വിപണന രീതിയും നല്ല ഉൽപ്പന്നങ്ങളും കൂടി ആയപ്പോൾ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് കേരളത്തിൽ ജനസ്വീകാര്യത വർദ്ധിച്ചു. ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ ആ ഉൽപ്പന്നങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നമ്മൾ നോക്കുകയാണെങ്കിൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാത്ത ഒരു വീട് പോലും ഉണ്ടാവില്ല. അതിന്റെ കാരണക്കാർ നിങ്ങൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ സമയം അനുവദിക്കാത്തതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാഷ്ട്രം ഒരു വലിയ രാഷ്ട്രമാണ്. നമ്മുടെ ജനസംഖ്യ 140 കോടിയിൽ പരം ജനസംഖ്യ ഉണ്ട്. നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി, ഒരു വിഷയം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ തന്നെയാണ്. തൊഴിലില്ലായ്മയുടെ തോത് വർഷം തോറും വർദ്ധിച്ചു വരികയാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സർക്കാർ എന്ത് വർക്ക് ചെയ്തു കഴിഞ്ഞാലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സർക്കാരിന് ആവില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ വാസ്തവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ നാനാ തുറയിലുള്ള ആൾക്കാരെ, അതുപോലെ തന്നെ അഭ്യസ്ത വിദ്യരായതും അല്ലാത്തതുമായ ചെറുപ്പക്കാരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്ക് സർക്കാരിന്റെ മേൽനോട്ടത്തിൽ യുവാക്കളെ ആകർഷിക്കാൻ ഒരു പദ്ധതി തുടക്കമിട്ട് കഴിഞ്ഞാൽ ഈ ലോകത്ത് തന്നെ ഒരു മാതൃകയായിട്ടുള്ള ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒരു മാതൃകയായിട്ടുള്ള സംരംഭമായി മാറുമെന്നുള്ളതായിരുന്നു സംശയമില്ല. അതിന് STU ട്രേഡ് യൂണിയൻ പല പ്രാവശ്യം ഗവൺമെന്റിന് ശപഥം ചെലുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി ബഹുമാനപ്പെട്ട GR അനിൽ സാറിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, +2 തലം മുതൽ മറ്റ് സംസ്ഥാനത്തൊക്കെ ഉണ്ട്. കേരളം, നമ്മുടെ തമിഴ്നാട് സംസ്ഥാനത്തുണ്ട്, മറ്റ് സംസ്ഥാനത്തൊക്കെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലുമുണ്ട്. യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് പാർട്ടി വിഷയമാണ് പല സ്ഥലങ്ങളിൽ. നമ്മുടെ കേരളത്തിൽ ഓൾറെഡി മാർഗരേഖ കഴിഞ്ഞ 2025 ഫെബ്രുവരി ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. നല്ല മാർഗരേഖയുണ്ട്. +2 തലം മുതൽ നമ്മുടെ സംസ്ഥാനത്ത് ഇതൊരു പാർട്ടി വിഷയമാക്കി മാറ്റാൻ പറ്റിയാൽ കേരളത്തിലെ നമ്മുടെ രാജ്യത്തിന് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സാധിക്കും എന്ന് ഉറപ്പാണ്. ഞാൻ നിർത്തുകയാണ്. ട്രേഡ് യൂണിയൻ എന്നുള്ള നിലക്ക് നിങ്ങളുടെയൊക്കെ ഇവിടെ സുരേഷ് ഭാരത് പറഞ്ഞതുപോലെ ട്രേഡ് യൂണിയന്റെ ആ ഒരു സ്ട്രെങ്ത് ഗവൺമെന്റിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ 2025 ട്രിവാൻഡ്രം വെച്ച് നടന്ന സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആ പ്രോഗ്രാമിൽ 10,000-ലധികം ആൾ പങ്കെടുത്തു എന്നാണ് നമ്മുടെ തോമസ് സാർ പറഞ്ഞത്. ഇവിടെയും അതുപോലെ തന്നെ 10,000-ലധികം ആളുകളോട് പങ്കെടുത്തിട്ടുണ്ട്. ഈ സ്ട്രെങ്ത് ഇവിടെയാണ്. പക്ഷേ ഈ സ്ട്രെങ്ത് ഗവൺമെന്റിന്റെ മുമ്പിൽ നമുക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി ട്രേഡ് യൂണിയൻ മെമ്പർഷിപ്പും ഐഡന്റിറ്റി കാർഡും മസ്റ്റായി എടുക്കണം. അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് പ്രിന്റ് ചെയ്ത ഐഡന്റിറ്റി കാർഡ് ഓൾറെഡി എല്ലാവരിലും ഉണ്ടായിരിക്കണം. ഈ ഐഡന്റിറ്റി കാർഡാണ്, ഈ മെമ്പർഷിപ്പാണ് ഗവൺമെന്റ് തലങ്ങളിൽ ഈ മേഖലയിൽ എത്ര ആൾക്കാർ ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഗവൺമെന്റിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെ ഒക്കെ ഈ മേഖലയുടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, നിയമവിധേയം പ്രവർത്തിക്കുന്ന കമ്പനികളുടെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഒക്കെ സാമൂഹ്യവും സാംസ്കാരികവും സാമ്പത്തികവും തൊഴിൽപരവുമായ
എല്ലാ അവകാശികൾക്ക് വേണ്ടിയും എന്നും മുന്നിൽ നിന്ന് പോരാടാൻ STU ട്രേഡ് യൂണിയൻ ഉണ്ടാവും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.